നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ റേഷൻ ബോക്സ് കാറ്ററിംഗ് കണ്ടെയ്നർ മാതൃകയിലുള്ള സുരക്ഷാ പെട്ടിയിലാക്കി രഹസ്യമായി കടത്തിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നു. ഈ സംഭവം വെറുമൊരു സുരക്ഷാ നീക്കമായല്ല വിശകലനം ചെയ്യപ്പെടുന്നത്. ഒപ്പം സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരെ പോലും വ്യാജ ലക്ഷ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് വൈറ്റ് ഹൗസ് നടപ്പിലാക്കിയ ഈ ഡീകോയ് ഓപ്പറേഷൻ ഇറാനിൽ നിന്നുള്ള യഥാർത്ഥ ഭീഷണിയാണോ അതോ വരാനിരിക്കുന്ന നീക്കങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്താനുള്ള തന്ത്രമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രാജ്യം വിട്ടത് അതീവ രഹസ്യമായ വിമാന മാറ്റത്തിലൂടെ ആയിരുന്നുവെന്ന് സ്ഥിരീകരിച്ചു. ട്രംപിന്റെ കൃത്യമായ താമസ സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇറാനിയൻ പ്രവർത്തകർക്ക് ലഭിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ വഹിക്കുന്ന വിമാനത്തിന് നേരെ മിസൈൽ ആക്രമണത്തിനുള്ള സാധ്യതയുണ്ടായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം തോളിൽ വെച്ച് തടുക്കാവുന്ന മിസൈലുമായി ഒരാളെ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ സുരക്ഷാ വിഭാഗം വിമാനം മാറ്റാൻ തീരുമാനിച്ചത്. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിലായിരുന്നു ട്രംപ് അങ്കാറയിൽ എത്തിയതെങ്കിലും മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ പൂർണ്ണമല്ലാതിരുന്നതും വിമാനം മാറ്റാൻ കാരണമായി. അങ്കാറയിൽ ട്രംപ് താമസിച്ചിരുന്ന കെട്ടിടവും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന നിലയും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇറാനിയൻ പ്രവർത്തകർക്ക് അറിയാമായിരുന്നുവെന്നും US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട്. ഇതോടെ ട്രംപിനെയും മുതിർന്ന ഭരണകൂട ഉദ്യോഗസ്ഥരെയും സുരക്ഷിതമായി തുർക്കിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ വിപുലമായ നീക്കം ആസൂത്രണം ചെയ്യുകയായിരുന്നു. തുർക്കി യാത്രയിൽ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 1 ഒഴിവാക്കി എന്ന മാധ്യമ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരിക്കെയാണ് ട്രംപ്. തുർക്കിയിലെ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ബ്രിട്ടനിലേക്ക് പോയത് എയർഫോഴ്സ് 1-ലാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച ശേഷം ആർക്കും സംശയം തോന്നാത്ത ചെറിയൊരു സൈനിക വിമാനത്തിലായിരുന്നു ട്രംപിന്റെ യാത്ര. ഇറാൻ ആക്രമിച്ചേക്കുമെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസമാണ് ഈ യാത്രയെക്കുറിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ട്രംപ് സ്ഥിരീകരിച്ചത്. US സീക്രട്ട് സർവീസിന്റെയും സൈന്യത്തിന്റെയും ആവശ്യപ്രകാരമാണ് യാത്രയിൽ മാറ്റം വരുത്തിയതെന്നും ട്രംപ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് അറിയാത്ത നിരവധി ഭീഷണികൾ തനിക്കുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ട്രംപ് സീക്രട്ട് സർവീസും സൈന്യവും തന്നെ മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുവെന്ന് വെളിപ്പെടുത്തി. അവർ പറയുന്നത് ഞാൻ ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. അങ്കാറയിൽ ചാനൽ ക്യാമറകളോട് കൈവീശി കാണിച്ച് എയർഫോഴ്സ് 1 വിമാനത്തിൽ കയറിയ ട്രംപ് മിനിറ്റുകൾക്കകം രഹസ്യമായി മറ്റൊരു വാതിൽ വഴി പുറത്തിറങ്ങി. അവിടെ വിമാനവാതിലിന്റെ അതേ പൊക്കത്തിലേക്ക് ഉയർത്തിയ നിലയിൽ കാത്തുനിന്ന കാറ്ററിംഗ് ട്രക്കിലേക്ക് കയറി. ഭക്ഷണവും മറ്റുമായി റൺവേക്കരികിലൂടെ നീങ്ങിയ ട്രക്കിൽ US പ്രസിഡന്റ് ഉണ്ടെന്ന് ആരും സംശയിച്ചില്ല. അല്പം അകലെയുള്ള സൈനിക വിമാനത്തിന്റെ എയർഫോഴ്സ് C-32A അടുത്തെത്തി ട്രക്ക് നിന്നതും ട്രംപ് ഇറങ്ങി അതിലേക്ക് കയറി. ട്രംപ് അകത്തിരിപ്പുണ്ട് എന്ന മട്ടിൽ യഥാർത്ഥ എയർഫോഴ്സ് 1 വിമാനം പറന്നുയർന്നപ്പോൾ മാധ്യമ സംഘമോ വൈറ്റ് ഹൗസ് ജീവനക്കാരോ സത്യം തിരിച്ചറിഞ്ഞില്ല. ടേക്ക് ഓഫ് നടക്കുകയാണ്, വിൻഡോ ഷേഡ് താഴ്ത്തണം എന്ന് നിർദ്ദേശിച്ചതിനാൽ പുറത്തു നടന്നതൊന്നും ആരും കണ്ടതുമില്ല. UK-യിലെ മിൽഡൻ ഹാളിൽ ആദ്യമെത്തിയ എയർഫോഴ്സ് 1-ലേക്ക് പിന്നാലെയുള്ള വിമാനത്തിലെത്തിയ ട്രംപ് ആരും കാണാതെ മാറിക്കയറി. ചാനൽ സംഘം നോക്കി നിൽക്കുമ്പോൾ ഉഷാറായി പടികളിറങ്ങി വരികയും ചെയ്തു. ഈ സംഭവം വെറുമൊരു സുരക്ഷാ നീക്കമായല്ല വിശകലനം ചെയ്യപ്പെടുന്നത്, മറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെ പിടിമുറക്കിയ ഭീതിയുടെ പ്രതിഫലനമാണ്. ഒപ്പം സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരെ പോലും വ്യാജ ലക്ഷ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് വൈറ്റ് ഹൗസ് നടപ്പിലാക്കിയ ഈ ഡീകോയ് ഓപ്പറേഷൻ ഇറാനിൽ നിന്നുള്ള ഭീഷണി തന്നെയാണോ അതോ ഇനി വരാവുന്ന നീക്കങ്ങൾക്ക് ഒരു മുൻകൂർ ന്യായീകരണം കണ്ടെത്തുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുന്നത്. തുർക്കിയിൽ നിന്ന് എയർഫോഴ്സ് 1-ൽ പറന്നുയരുമ്പോൾ തങ്ങൾക്കൊപ്പം തൊട്ടടുത്ത സീറ്റിൽ പ്രസിഡന്റും ഉണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള വൻകിട മാധ്യമങ്ങളിലെ പത്രപ്രവർത്തകർ കരുതിയത്. എന്നാൽ വിമാനത്തിന്റെ ഒരു വശത്ത് ക്യാമറകൾക്ക് മുന്നിൽ നാടകം കളിച്ച ശേഷം എതിർവശത്തുള്ള വാതിലിലൂടെ കാറ്ററിംഗ് കണ്ടെയ്നറിൽ ഒളിപ്പിച്ചാണ് ട്രംപിനെ മൂന്നാമതൊരു സൈനിക വിമാനത്തിലേക്ക് കയറ്റിയത്. വിമാനത്തിന്റെ വിൻഡോ ഷേഡുകൾ നിർബന്ധമായി അടപ്പിച്ചു വെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെയും ചില വൈറ്റ് ഹൗസ് ജീവനക്കാരെയും അപകട സാധ്യതയുള്ള വിമാനത്തിൽ തന്നെ ഇരുത്തി ട്രംപ് സുരക്ഷിതമായി ബ്രിട്ടനിലേക്ക് കടന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തിനും സുരക്ഷാ മാനദണ്ഡങ്ങൾക്കും മേൽ വലിയ ചോദ്യചിഹ്നമാണ് ഈ സംഭവം ഉയർത്തുന്നത്. ഈ അസാധാരണ നാടകത്തിന് പിന്നിൽ 2 പ്രധാന കാരണങ്ങളാണ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമതായി, ആദ്യ ഭരണകാലത്ത് ഇറാനിയൻ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ വധിച്ചതിനു ശേഷം ട്രംപിന് നേരെ നിലനിൽക്കുന്ന ശക്തമായ പ്രതികാര ഭീഷണി. രണ്ടാമതായി, ഖത്തർ ഭരണകൂടം സമ്മാനിച്ച
പുതിയ 747-8 വിമാനത്തിന് അമേരിക്കയുടെ പരമ്പരാഗത എയർഫോഴ്സ് വണ്ണിനുള്ളതുപോലെയുള്ള അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇല്ലെന്ന വിവരം പുറത്തുവന്നത്. എന്നാൽ ഇതിനേക്കാൾ ഉപരി ട്രംപിന്റെ ഡിജിറ്റൽ പാതകളും യാത്രാവിവരങ്ങളും ചോർത്താൻ ശേഷിയുള്ള ഇറാന്റെ സൈബർ ശൃംഖലയെ പ്രതിരോധിക്കാൻ അമേരിക്കൻ ഇന്റലിജൻസിന് ആത്മവിശ്വാസമില്ലാതെ പോയതാണ് ഇത്തരമൊരു നാടകീയമായ തന്ത്രത്തിലേക്ക് വൈറ്റ് ഹൗസിനെ നയിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജൂലൈയിൽ തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് US പ്രസിഡന്റിന്റെ ഈ നാടകീയ മടക്കത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് 2 മുതിർന്ന US ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലിലൂടെയാണ്. ഖത്തർ സമ്മാനിച്ച അത്യാധുനിക ബോയിങ് 747-8 വിമാനത്തിലായിരുന്നു ട്രംപ് ഉച്ചകോടിക്കായി തുർക്കിയിലെത്തിയത്. എന്നാൽ ജൂലൈ 8-ന് തിരികെ മടങ്ങുന്നത് പഴയ എയർഫോഴ്സ് 1 വിമാനത്തിലായിരിക്കുമെന്ന് ട്രംപും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരും പരസ്യമായി പ്രഖ്യാപിച്ചു. ഇതിനായി ക്യാമറകൾക്ക് മുന്നിലൂടെ ട്രംപ് പഴയ വിമാനത്തിൽ കയറുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിൽ കൂടുതൽ പ്രതിരോധ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ഉണ്ടായ സുരക്ഷാ ആശങ്കകളാണ് വിമാന മാറ്റത്തിന് കാരണമെന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ അന്ന് ക്യാമറകൾക്ക് മുന്നിൽ നടന്നതൊക്കെയും വെറുമൊരു നാടകമായിരുന്നു. മാധ്യമപ്രവർത്തകർ കയറിയ ഭാഗത്തിന് എതിർവശത്തുള്ള വാതിലിലൂടെ കാറ്ററിംഗ് കണ്ടെയ്നർ ലിഫ്റ്റിന്റെ സഹായത്തോടെ ട്രംപിനെ പഴയ എയർഫോഴ്സ് വണ്ണിൽ നിന്നും രഹസ്യമായി പുറത്തെത്തിച്ചു. തുടർന്ന് അവിടെ ബ്രിട്ടനിലേക്ക് പറക്കാൻ സജ്ജമായിരുന്ന ബോയിങ് 757ന്റെ സൈനിക പതിപ്പായ C-32 എന്ന മൂന്നാമതൊരു വിമാനത്തിലേക്ക് ട്രംപിനെ രഹസ്യമായി കൊണ്ടുപോവുകയും ചെയ്തു. പഴയ വിമാനത്തിൽ സഞ്ചരിച്ച മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൗസ് ജീവനക്കാരും ട്രംപ് തങ്ങളോടൊപ്പം ഇല്ലെന്ന കാര്യം അറിഞ്ഞതുമില്ല. ട്രംപിന്റെ രക്ഷപ്പെടലിനുള്ള ഡീകോയ് അഥവാ ശ്രദ്ധ തിരിക്കാനുള്ള മാർഗമായി ഇത് മാറി. ട്രംപ് രഹസ്യ വിമാനത്തിൽ ബ്രിട്ടനിലെ സൈനിക താവളത്തിൽ എത്തിയ ശേഷം അദ്ദേഹത്തെ വീണ്ടും പഴയ എയർഫോഴ്സ് വണ്ണിലേക്ക് മാറ്റിക്കയറ്റി. തുടർന്ന് മാധ്യമപ്രവർത്തകർ കാണെ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ട്രംപ് റൺവേയിലൂടെ നടന്ന് അവിടെ നിർത്തിയിട്ടിരുന്ന ഖത്തർ വിമാനത്തിലേക്ക് കയറി വാഷിംഗ്ടണിലേക്ക് തിരിച്ചു. ട്രംപിന് നേരെ ഇറാനിൽ നിന്നുള്ള ഭീഷണിയുണ്ട് എന്ന രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജോയിന്റ് ചീഫ്സ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എന്നിവരടങ്ങുന്ന ഉയർന്ന ഉദ്യോഗസ്ഥ സംഘമാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ രഹസ്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്.